Hello students, welcome back. So now we have completely discussed about the heart functions and how the cycle or the circulatory system cycle is going on and all. We have completely discussed how the oxygenated blood is reaching to all parts of the body and how deoxygenated blood is converted. Such things and all we have completely discussed. So now we have to deal with some of the interesting facts related to heart. ഹാർട്ടുമായി സംബന്ധിച്ച് കുറച്ച് ഫാക്ട്സ് നമ്മൾ ഡീൽ ചെയ്യാനുണ്ട്. സോ നൗ വി ആർ ഗോയിങ് ടു ഡീൽ അബൌട്ട് എന്താണ് മക്കളെ heart beat. Okay, what do you mean by heartbeat? We learned about that it has a 60 to 80 per minute ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? സോ എന്തൊക്കെയായിരിക്കും ഹാർട്ട് ബീറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെഡി? സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് വാട്ട് ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെഡി അല്ലേ മക്കളെ? സോ the walls of the chambers of the heart are made up of muscles which contract and relax rhythmically. അതായത് ഓരോ റിതമിനനുസരിച്ചിട്ട് മസിൽസ്, അതായത് നമ്മുടെ ഹാർട്ടിന്റെ മസിൽസ് ഉണ്ടാവില്ലേ, ഹാർട്ട് is made up of the walls of heart is made up of കാർഡിയാക് മസിൽ ആണ്, കാർഡിയാക് മസിൽസ്. അതുകൊണ്ട് തന്നെ ഈ മസിൽസിന് എന്താ ഗുണം എന്ന് പറയുമ്പോൾ വിച്ച് കോൺട്രാക്ട് ആൻഡ് റിലാക്സ് ആവും മക്കളെ, വിച്ച് എന്താവും, കോൺട്രാക്ട് ആൻഡ് റിലാക്സ് ആവും. എങ്ങനെ? ഓരോ റിത്തമായിട്ട് ഓരോ റിത്തമെറ്റിക്കലി ആയിട്ട് അത് റിലാക്സ് ചെയ്യും, കോൺട്രാക്റ്റും ചെയ്യും, റിലാക്സും ചെയ്യും, കോൺട്രാക്ഷനും ചെയ്യും. അപ്പോൾ അത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ അത് റിലാക്സും ചെയ്യാൻ പറ്റും, കോൺട്രാക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റിലാക്സേഷനും കോൺട്രാക്റ്റും റിത്തം അനുസരിച്ച് റിലാക്സ് ചെയ്യും, കോൺട്രാക്റ്റും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ശ്രദ്ധിച്ചോ. ദിസ് റിത്തമിക് contraction and relaxation of muscles constitute a heartbeat. ഈ ഒരു റിതമിക് ആയിട്ടുള്ള എന്താണ്, കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് മസിൽസ് എന്താണ്, കോൺസ്റ്റിറ്റ്യൂട്ട് a heartbeat. എന്താണ് മക്കളെ? റിതമിക് ആയിട്ടുള്ള ആ ഒരു കോൺട്രാക്ഷനും അതേപോലെ റിലാക്സേഷൻ ഓഫ് മസിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് എന്താണ് മക്കളെ, ഹാർട്ട് ബീറ്റ്. അവരാണ് എന്ത് മക്കളെ, ഹാർട്ട് ബീറ്റിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ കോൺസെപ്റ്റ്? സോ എന്താണ്, ദ വാൾസ് ഓഫ് ചാമ്പേഴ്സ് ഓഫ് ഹാർട്ട് ആർ മെയ്ഡ് അപ്പ് ഓഫ് മസിൽസ് which contract and relax rhythmically, and rhythmic contraction relaxation of muscles are constituting what for a heart to beat. Heartbeat. Concept clear ആണോ മക്കളെ? So ready അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? Now we can move to the next part, that is the rhythmic beating of heart maintains the circulation of blood and transport the substance to different parts of the body. ഈ ഒരു റിതമിക് ആയിട്ടുള്ള ബീറ്റിംഗ് നടക്കുമ്പോഴാണ്, ഈ ഒരു റിതമിക് ആയിട്ടുള്ള ബീറ്റിംഗ് നടക്കുമ്പോൾ എന്താണ്, ഹാർട്ട് മെയിൻറ്റെയിൻസ് ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. റിതമിസിറ്റി നടക്കുമ്പോൾ, റിതമിക് ബീറ്റിംഗ് ഓഫ് ഹാർട്ട് അപ്പോഴെന്താണ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോഴാണ് മെയിൻറ്റെയിൻസ് ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡിന്റെ സർക്കുലേഷൻ ആണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടെ എന്താണ് മക്കളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബ്ലഡിന്റെ സർക്കുലേഷൻ ആണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. കോൺസെപ്റ്റ് കത്തിയോ മക്കളെ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? ആൻഡ് ദ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി. അതായത് ഹാർട്ട് ബീറ്റ് നടക്കുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആ സർക്കുലേഷൻ നടക്കുമ്പോൾ തന്നെ എന്താണ്, പമ്പിങ് നടക്കുന്നുണ്ട്. അതായത് ബ്ലഡിന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിലും ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്ലഡിന്റെ പമ്പിങ് ഇങ്ങനെ നടക്കുന്നുണ്ട് അവിടെ. അത് ഹാർട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു റിതമിക് നടന്നോട്ടെ, അതിന്റെ വഴിക്ക് നടന്നോട്ടെ, ഹാർട്ടിന്റെ പണിയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എല്ലാ പാർട്സ് ഓഫ് ദി ബോഡിയിലും നമുക്ക് വേണ്ട രീതിയിൽ ഓക്സിജൻ ബ്ലഡ് എത്തിക്കുന്ന കണ്ടീഷൻ ആര് ചെയ്യുന്നുണ്ട്? ഈ ഹാർട്ട് ബീറ്റിലൂടെ തന്നെ നമ്മുടെ ഹാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സോ നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ റിതമിക് ബീറ്റിംഗ് ഓഫ് ഹാർട്ട് മെയിൻറ്റെയിൻസ് ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ദ സബ്സ്റ്റൻസ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി. ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ ആണോ മക്കളെ? ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ?
Okay, so write down the important points. Okay, it's important. Write down the important points and all. So shall we move to the next part? Okay, so in Sadhya, the average heartbeat of an adult person while resting ചെയ്യുമ്പോൾ the average heartbeat of a person while resting എന്തായിരിക്കും മക്കളെ 72 to 80 per minute ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് 72 to 80 per minute ആയിരിക്കും. The average heartbeat of an adult person while resting is എത്രയാണ് 72 to 80 per minute ആണ്. അത്രയും ബീറ്റ്സ് ആണ് നടക്കുന്നത്, ഹാർട്ട് ബീറ്റ് ആണ് നടക്കുന്നത്. It increases during and after physical exercise. It increases during and after a physical exercise. അത് increase ചെയ്യാം എന്താ during and after physical exercise. It may increase during an exercise and after an exercise. അതിങ്ങനെ കൂടി ഇങ്ങനെ കളിക്കും. നമ്മുടെ എക്സസൈസ് ചെയ്യുമ്പോൾ, ഒരു ജോഗിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഇറ്റ് ഇൻക്രീസസ്. ഓക്കെ, ഹാർട്ട് ബീറ്റ് കൂടും. അത് നല്ലതാണ്. ബ്ലഡിന്റെ പമ്പിങ് നല്ല രീതിയിൽ തന്നെ ആയിട്ട് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി നല്ല രീതിയിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുന്ന ഒരു കണ്ടീഷനാണ് അവിടെ നടക്കുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഇസ് ഇറ്റ്? കോൺസെപ്റ്റ് ഈസ് ക്ലിയർ? Okay, now the heartbeat can be heard by using an instrument called എന്താണ്? സ്റ്റെതസ്കോപ്പ്. ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ നിങ്ങളെ? സ്റ്റെതസ്കോപ്പ് ഹാർട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ പരിശോധിക്കുന്ന രീതിയിൽ, അതിനാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റെതസ്കോപ്പ് എന്ന് പറയാം. The heartbeat can be heard by using an instrument called എന്താണ്? സ്റ്റെതസ്കോപ്പ്. എന്താണ് പറയാ? അതിനെ സ്റ്റെതസ്കോപ്പ് എന്നാണ് നമ്മൾ പറയാ. ഇറ്റ് ആംപ്ലിഫൈസ് ദ സൗണ്ട് ഓഫ് ഹാർട്ട് ബീറ്റ്. അത് എന്ത് ചെയ്യും മക്കളെ? ഇറ്റ് ആംപ്ലിഫൈസ് ദ സൗണ്ട് ഓഫ് ദി ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റിന്റെ സൗണ്ട് എന്ത് ചെയ്യും? അത് ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ആര്? സ്റ്റെതസ്കോപ്പ്. സോ അതുകൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സ് മെയിൻലി അത് യൂസ് ചെയ്യുന്നത്. അവർക്ക് ഹാർട്ട് ബീറ്റിന്റെ അത് ചെവിയിൽ ഇങ്ങനെ കുത്തിയിട്ട് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അവർക്ക് അത് കിട്ടും. എത്ര ഹാർട്ട് ബീറ്റ് ഉണ്ട്, എത്ര സെക്കൻഡ് ടൈം നോക്കും. ഇങ്ങനെ ടൈം നോക്കിയിട്ട് അവർക്ക് മനസ്സിലാവും എത്ര തരത്തിലുള്ള ഹാർട്ട് ബീറ്റ് ഉണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? റെഡി അല്ലേ? The average heartbeat of an adult person while resting is 72 to 80 per minute. It increases during and after a physical exercise. The heartbeat can be heard by using an instrument called stethoscope. Stethoscope എന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് കേൾക്കാൻ പറ്റും. It amplifies the sound of the heartbeat. It amplifies the sound of the heartbeat. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ മക്കളെ? ഹാർട്ട് ബീറ്റിനെ കുറിച്ച് ക്ലിയർ അല്ലേ? ഇനി നോക്ക്, നമ്മുടെ സ്റ്റെതസ്കോപ്പിന്റെ കേസസ് നോക്ക്. സ്റ്റെതസ്കോപ്പിൽ എന്തൊക്കെയാണല്ലേ നോക്കാം. ഒരു സ്റ്റെതസ്കോപ്പ് എടുത്താൽ നമുക്ക് 2 ഇയർ പീസസ് കണ്ടൂടെ? ഇങ്ങനെ ഒരു ഇയർ പീസ് കാണാൻ പറ്റില്ലേ? 2 ഇയർ പീസസ് കാണാൻ പറ്റുന്നില്ലേ? ഇയർ പീസസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ടല്ലോ, ഇയർ പീസ് കാണാൻ പറ്റുന്നുള്ളൂ. അത് നമ്മൾ ചെവിയിൽ ഇങ്ങനെ കുത്തുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു മെറ്റാലിക് ട്യൂബ് ഉണ്ട്. 2 ട്യൂബ് ഉണ്ടല്ലേ? അത് എന്താണ് മക്കളെ? മെറ്റൽ ട്യൂബാണ്. ഓക്കെ അല്ലേ? പിന്നെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റബ്ബർ ട്യൂബിംഗ് ഉണ്ട്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റബ്ബർ ട്യൂബിംഗ് ഉണ്ട്. നമുക്ക് ഇതൊരു ഹെഡ്സെറ്റ് എന്ന രീതിയിൽ നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റും. ഒരു ഹെഡ്സെറ്റ് വെക്കുന്ന പോലെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ഹാവ് എ ചെസ്റ്റ് പീസ് ഉണ്ട് മക്കളെ. വി ഹാവ് എ ഇതാണ് ചെസ്റ്റ് പീസ്. എന്താണ്? ചെസ്റ്റ് പീസ്. ചെസ്റ്റിൽ വെച്ചിട്ട് പരിശോധിക്കാനുള്ള ചെസ്റ്റ് പീസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. ആൻഡ് ഓൾസോ ബെൽ വിത്ത് എ ഹോൾ. എന്താണ്? ബെൽ വിത്ത് ഹോൾ. ഒരു ഹോളോട് കൂടിയുള്ള ഒരു ബെല്ലുണ്ട് അവിടെ. അതേപോലെ തന്നെ ഉള്ളോട് നിങ്ങൾക്ക് കാണാം ഒരു ഡയഫ്രം ഭാഗം ഉണ്ടാവും. വി ഹാവ് എ ഡയഫ്രം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എന്തിലുള്ളത്? സ്റ്റെതസ്കോപ്പിന്റെ പാർട്സ് ആയിട്ട് നമുക്ക് പറയുന്നത്. എന്താണ്? നമ്പർ 1 വി ഹാവ് എ ഇയർ പീസ് ഉണ്ട്, നമുക്ക് മെറ്റൽ ട്യൂബ് ഉണ്ട്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റബ്ബർ ട്യൂബിംഗ് ഉണ്ട്,
ചെസ്റ്റ് പീസ് ഉണ്ട്, പിന്നെന്താ ഉള്ളത്, നമുക്ക് ബെല്ലുണ്ട്, പിന്നെ ഡയഫ്രം ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് സ്റ്റെതസ്കോപ്പിൻ്റെ പാർട്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സ്റ്റെതസ്കോപ്പിൻ്റെ പാർട്സും ക്ലിയർ അല്ലേ മക്കളെ? ഐഡിയ കിട്ടിയില്ലേ അതിനെക്കുറിച്ച്? സ്റ്റെതസ്കോപ്പിൻ്റെ പാർട്ടിനെ കുറിച്ച് ഐഡിയ കിട്ടിയല്ലോ, സെറ്റ് അല്ലേ മക്കളെ? ഇത്രയും കോൺസെപ്റ്റ് ആണ് നമുക്ക് സ്റ്റെതസ്കോപ്പിൻ്റെ രീതിയിൽ നമുക്ക് പറയാനുള്ളത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് സ്റ്റെതസ്കോപ്പ് ഈസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ സ്റ്റെതസ്കോപ്പിൻ്റെ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. നൗ സി പൾസസ് ആൻഡ് പൾസ് റേറ്റ് ആണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. എന്താണ് മക്കളെ പൾസ് ആൻഡ് പൾസ് റേറ്റ്? ശ്രദ്ധിച്ചോളെ, എന്താണ് പൾസും പൾസ് റേറ്റും? ഇങ്ങനെ എടുത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് നോക്കും. പൾസ് ഉണ്ട് അല്ലേ? ഒരു മൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ അവിടെ, ഈ ഒരു ബ്ലഡിന്റെ ഫ്ലോ ആ ടൈമിൽ ഒരു മൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ പൾസസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്താണത്? പൾസസ് ആണത്. സോ നമ്മുടെ ഹാൻഡിൽ അല്ലെങ്കിൽ ഹാൻഡ് എന്ന രീതിയിലും, ഹാൻഡ് മാത്രമല്ല നമ്മുടെ നെക്കിന്റെ റീജിയനും അവിടെയൊക്കെ നമുക്ക് ഒരു പൾസ്, ഒരു ഫോം നമുക്ക് ഫീൽ ചെയ്യും. ഒരു ബീറ്റിംഗ് പോലെ, ഒരു ചെറിയൊരു ബീറ്റിംഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അതാണ് എന്ത്? പൾസ് റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നോക്കിയാലോ, ശ്രദ്ധിച്ചോ. ദ ജഗ്സ് ഫെൽറ്റ് ഇൻ ദ റിസ്റ്റ് ഓഫ് ആം, ആമിന്റെ റിസ്റ്റിലാവാം, നെക്ക് പാർട്ടിലാവാം, അവിടെയൊക്കെ ഒരു ജർക്കിംഗ് ഫോർമേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് പറയും മക്കളെ? പൾസ് എന്ന രീതിയിൽ പറയും അല്ലേ? ദ ജഗ്സ് എന്താണ്? ഫെൽറ്റ് ഇൻ ദ റിസ്റ്റ് ആർട്ടറീസ് ഡ്യൂ ടു ഹാർട്ട് ബീറ്റ് ഇസ് കോൾഡ് എന്താണ്? പൾസ്. അതായത് ഒരാൾക്ക് ജീവനുണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കുമ്പോൾ എന്താ ചെയ്യുക? ഹാർട്ട് ബീറ്റിനേക്കാൾ മുന്നേ എന്താ ചെയ്യുക? ഫസ്റ്റ് തന്നെ റിസ്റ്റിൽ പൾസ് ഉണ്ടോ നോക്കും അല്ലെ? അവിടെ ഒരു ജേർക്കിംഗ് ഉണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് ഉണ്ട്. ആ ജേർക്ക് അനുസരിച്ചിരിക്കും ഹാർട്ട് ബീറ്റ്, ആ പേഴ്സന്റെ കണ്ടീഷൻ എങ്ങനെയിരിക്കും, നോർമൽ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? സോ ആ ജേർക്ക് ആണ് അവിടെ മാറ്റർ ആവുന്നത്. ജേർക്സ് ഫെൽറ്റ് ഇൻ ദ റിസ്റ്റ് ആർട്ടറീസ് ഡ്യൂ ടു ഹാർട്ട് ബീറ്റ് ഇസ് കോൾഡ് എന്ത്? പൾസ്. ഇതിനാണ് നമ്മൾ എന്ത് പറയാം മക്കളെ? പൾസ് എന്ന് പറയാം. എന്താണത്? ഒരു ജേർക്കില്ലേ, ജേർക്സ് ഫെൽറ്റ് ഇൻ ദ എവിടെയാണ്? റിസ്റ്റ് ആർട്ടറീസിലാണ്. എവിടെയാണ്? റിസ്റ്റ് ആർട്ടറീസ്. റിസ്റ്റ് ആർട്ടറീസ് ഡ്യൂ ടു ഹാർട്ട് ബീറ്റ് ഈസ് കോൾഡ് എന്താ നമ്മൾ അതിനെ വിളിക്കുക മക്കളെ? പൾസ് എന്ന് നമ്മൾ അതിനെ വിളിക്കുക. നമ്മൾ എന്ത് വിളിക്കും അതിനെ? പൾസ് എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? റെഡി അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? നോക്ക്. ആഫ്റ്റർ ദാറ്റ് the number of pulses per minute is called pulse rate. Number of pulses per minute. The number of pulses per minute is called pulse rate. Is called എന്താണ് മക്കളെ? പൾസ് റേറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ഇറ്റ്സ് കോൾഡ് ദ പൾസ് റേറ്റ്. ഇത്രയും കാര്യങ്ങളും ക്ലിയർ അല്ലേ? ഇത്ര കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി നോക്ക്. Each heartbeat generates one pulse in arteries and the pulse rate per minute indicates the rate of heartbeat, that is 70 to 80 per minute തന്നെയാണ് ഉണ്ടാവുക. Each heartbeat generates one pulse. ഓരോരോ heartbeat, one heartbeat is equal to one pulse. മനസ്സിലായോ അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? സോ ഈച്ച് ഹാർട്ട് ബീറ്റ് ജനറേറ്റ്സ് വൺ പൾസ് ഇൻ ദ ആർട്ടറീസ് ആൻഡ് ദ പൾസസ് റേറ്റ് പെർ മിനിറ്റ് ഇൻഡിക്കേറ്റ്സ് എ റേറ്റ് ഓഫ് എന്താണ്? റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ്, ദാറ്റ് ഈസ് 70 to 80 പെർ മിനിറ്റ് എന്ന രീതിയിൽ നമുക്ക് ഹാർട്ട് ബീറ്റിനെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനും കൂടി ഇവിടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൾസിലും പൾസ് റേറ്റിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് പൾസ് ആൻഡ് പൾസ് റേറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഇത് ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. Now see lymphatic system of human body. എന്താണ് മക്കളെ ഈ lymphatic system of human body എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. So we are dealing with what? Lymphatic system of human body. Human body നുള്ള lymphatic system കുറിച്ചാണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. So you are ready for that? Okay. നമുക്ക് നോക്കാം. The lymphatic system is made up of lymph vessels and lymph nodes. അപ്പം lymphatic system എന്ന് പറഞ്ഞ സിസ്റ്റം ഇല്ലേ, എന്ന് പറഞ്ഞ സിസ്റ്റം ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്തുമായിട്ടാണ്? lymph vesselsഉം ആൻഡ് lymph nodesുമാണ്. lymph vesselsഉം ആസ് വെൽ ആസ് lymph nodesുമാണ്. lymph vesselsഉം ആസ് വെൽ ആസ് lymph nodesുമാണ്. lymph vesselsഉം lymph nodesുമായിട്ടാണ് അവര് ഉണ്ടായിരിക്കുന്നത്. So lymphatic system is made up of lymph vessels and lymph nodes. Clear അല്ലേ?
As the blood flows through the capillary, some of the plasma oozes out of the walls. എന്താണ്? As the blood എന്താ പറയാ passes through capillary blood ഇങ്ങനെ pass ചെയ്യുമ്പോൾ some of the plasma oozes out of the walls. Most of the fluid enters in the lymph vessels and is drained back into the blood vessels. അതൊക്കെ എന്താണ്? lymph vessels എത്തിയിട്ട് അത് ഡ്രെയിൻ ചെയ്ത് നേരെ ബ്ലഡിലേക്ക് തന്നെ എത്തിക്കുന്ന ഒരു കണ്ടീഷനാണ് ആര് ചെയ്യുന്നത്? ലിംഫാറ്റിക് സിസ്റ്റം. അതായത് കാപ്പിലറീസിലൂടെ പോകുമ്പോൾ കുറച്ച് ബ്ലഡ്സ് ഊസ് ഔട്ട് ചെയ്യും, കുറച്ച് ബ്ലഡിലെ കോമ്പണൻസ്, കുറച്ച് വാട്ടർ ലിക്വിഡ് കോമ്പണൻസ് ഊസ് ഔട്ട് ചെയ്യും. അതൊക്കെ ലിംഫാറ്റിക് വെസലിൽ നിന്ന് അത് അബ്സോർബ് ചെയ്ത് കൊടുത്ത് തിരിച്ച് ഡ്രെയിൻ ചെയ്ത് ബ്ലഡിലേക്ക് എത്തിക്കുന്ന ഒരു കണ്ടീഷനാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റംസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻസ്, ഒരു സംഭവങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ നമുക്ക്? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിംഫാറ്റിക് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ലിംഫാറ്റിക് സിസ്റ്റം ഈസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ? ഓക്കെ, നോക്ക്. ബിഫോർ ദിസ് ബ്ലഡ് ഈസ് റിട്ടേൺ ടു ദ സർക്കുലേറ്ററി സിസ്റ്റം, ഇറ്റ് ഈസ് ഫിൽറ്റേർഡ് ത്രൂ ലിംഫ് നോഡ്സ്. എന്തിലൂടെയാണ് ഫിൽട്ടർ ചെയ്യുന്നത് മക്കളെ? ലിംഫ് നോഡ്സിലൂടെയാണ് അത് ഫിൽട്ടർ ചെയ്യുന്നത്. ലിംഫ് നോഡ്സിലൂടെയാണ് ബ്ലഡ് ഈസ് പ്രോപ്പർലി ഫിൽറ്റേർഡ്. And lymph nodes contain a special types of cells called lymphocytes. Are lymph nodes contains special type of cells called, എന്താണ് നമ്മൾ അതിനെ വിളിക്കുക മക്കളെ? lymphocytes എന്ന് പറയും. നമ്മൾ എന്താ മക്കളെ പറയാ അതിനെ? lymphocytes എന്ന് നമ്മൾ പറയാം. നമ്മൾ എന്താ പറയാ? ലിംഫോസൈറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുക. നമ്മൾ എന്താ വിളിക്കുക മക്കളെ? ലിംഫോസൈറ്റ്സ് എന്നല്ലേ അവരെ വിളിക്കുക. അവരെ നമ്മൾ എന്താ വിളിക്കും? ലിംഫോസൈറ്റ്സ് എന്ന്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? കോൺസെപ്റ്റ് സെറ്റ് ആണോ? റെഡി ആണോ മക്കളെ കോൺസെപ്റ്റ്? സോ ബിഫോർ ദിസ് ബ്ലഡ് ഈസ് റിട്ടേൺ ടു ദ സർക്കുലേറ്ററി സിസ്റ്റം, ഇറ്റ് ഈസ് ഫിൽറ്റേർഡ് ത്രൂ എ ലിംഫ് നോഡ്സ്. ലിംഫ് നോഡ്സ് കണ്ടെയ്ൻ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് കോൾഡ് ലിംഫോസൈറ്റ്സ്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസിന് എന്താ പറയുക നമ്മള്? ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. Clearly, which protect the human body from disease causing organism and harmful substance. അപ്പം lymphocytes helps the body. എന്തൊക്കെയാണ് lymphocytes നെ ഹെൽപ്പിംഗ് ചെയ്യുന്നത്? helps the body in protecting from disease causing organisms and harmful substance. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ബിഫോർ ദിസ് ബ്ലഡ് ഈസ് റിട്ടേൺ ടു ദ സർക്കുലേറ്ററി സിസ്റ്റം, ഇറ്റ് ഈസ് ഫിൽറ്റേർഡ് ത്രൂ ലിംഫ് നോഡ്സ് ആൻഡ് ലിംഫ് നോഡ്സ് കണ്ടെയ്ൻ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് സെൽസ് കോൾഡ് lymphocytes which protect the human body from disease causing and harmful substances. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ലിംഫാറ്റിക് സിസ്റ്റം ഈസ് ക്ലിയർ ഫോർ യു. ഇതാണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം. നമ്മൾ ഹാർട്ട് ബീറ്റ്, ഹാർട്ട് റേറ്റ്, പൾസ് റേറ്റ്, അതേപോലെ തന്നെ ലിംഫാറ്റിക് സിസ്റ്റത്തെ കുറിച്ചാണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇൻ ദ ഫൈനൽ സെഷൻ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ഹാർട്ട് ബീറ്റ്, ഇറ്റ്സ് റേറ്റ്, പൾസസ്, lymphatic cells, lymphocytes and all we have completely discussed. Is it? Now we are going to learn about excretory system. എന്താണ് മക്കളെ excretory system എന്നുള്ള കാര്യം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. So we are going to learn about just ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാം excretory system. So we are going to learn about excretory system. എന്താണ് excretory system? So what are the main components who are involved in excretory system? Such things we are going to discuss now. So you are ready for that, my dear students? You are ready? Okay, നോക്കാം. The different parts of the human excretory system are 2 kidneys, 2 ureters, urinary bladders and urethra. So the 2 different parts of human excretory system are different parts of human excretory system are എന്തൊക്കെയാണ് മക്കളെ? Number 1 we have a pair of kidneys ഉണ്ട് അല്ലേ? നമുക്ക് a pair of kidneys, we have kidneys, നമുക്ക് kidneys ഉണ്ട്, a pair of kidneys ഉണ്ട് നമുക്ക്. Then 2 we have ureters. ureters എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ureters എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ട്, ureters എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ട്. Then we have urinary bladder ഉണ്ട്, we have urinary bladder.
and we have urethra. Urethra എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ട്. So what are the things we have? We have kidney, ureters, then we have urinary bladder and urethra. We have kidney, ureters and urinary bladder. Ureters, okay. Then urinary bladder we have. Then after that we have urethra. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? So of the useful and harmful substance in the blood which reach the kidneys, the useful substance are reabsorbed into the blood and the waste is dissolved in water and removed as urine. മനസ്സിലായോ? അതായത് യൂസ്ഫുൾ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? are reabsorbed to blood. ബ്ലഡിലേക്ക് അത് തിരിച്ച് റീഅബ്സോർബ് ചെയ്ത് കൊടുക്കും. ആര്? നമ്മുടെ കിഡ്നി അത് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യും. ബാക്കിയുള്ള വേസ്റ്റ് ഡിസോൾവ്സ് ഇൻ ദ വാട്ടർ ആൻഡ് റിമൂവ് ആസ് യൂറിൻ. വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാവുമല്ലോ, അത് യൂറിനായിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് മക്കളെ. സോ ഓഫ് ദീസ് യൂസ്ഫുൾ ആൻഡ് ഹാർംഫുൾ സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ് വിച്ച് റീച്ച് ദ കിഡ്നീസ്, the useful substance reabsorbed into the blood, then the waste dissolved in the water are removed as what? urine ആയിട്ടാണ് അത് റിമൂവ് ചെയ്യപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ കോൺസെപ്റ്റ്? From the kidneys the urine goes into urinary bladder and through the tube-like ureters എന്ന് പറഞ്ഞ ട്യൂബിലൂടെ അത് പോകുന്നു. ഫ്രം കിഡ്നി ദ യൂറിൻ ഇസ് ഗോൺ ത്രൂ എന്നതിലാണ് യൂറിനറി ബ്ലാഡറിൽ എത്തുന്നു. യൂറിനറി ബ്ലാഡറിൽ നിന്ന് ട്യൂബ് ലൈക്ക് യൂറിറ്റേഴ്സിലൂടെ അത് പുറത്തേക്ക് ഔട്ട് ആവുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ ഒരു പാർട്ട് എന്ന രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്ത് പഠിക്കാനുള്ളത്. ഇത്രയും കോൺസെപ്റ്റ് സെറ്റ് അല്ലേ മക്കളെ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? സോ ജസ്റ്റ് അതിന്റെ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. സോ യു ക്യാൻ സി ഒരു കിഡ്നിയുടെ കേസിലാണെങ്കിൽ ഇറ്റ്സ് ഹാവിങ് വീന കവ, അയോട്ട, ദെൻ റീനിയൽ വെയിൻ, റീനിയൽ ആർട്ടറി ഉണ്ട്. ഇതാണ് നമ്മുടെ യൂറിറ്റർ. ദെൻ വി ഹാവ് യൂറിനറി ബ്ലാഡർ, ദെൻ യൂറിത്ര. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിലുള്ളത്? നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇൻ ഹ്യൂമൻസിൽ നമ്മൾ ഒരു ബേസിക് എന്ന രീതിയിൽ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എന്ന രീതിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ കോൺസെപ്റ്റ്. സോ ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ അല്ലേ മക്കളെ? കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? Now ഇതും കൂടി നോക്കാം നമുക്ക്. ശ്രദ്ധിച്ചോ, ദ യൂറിനറി ബ്ലാഡർ, നമ്മുടെ ബ്ലാഡറിലെ ദ യൂറിനറി ബ്ലാഡർ എന്താ ചെയ്യാ മക്കളെ? ദ യൂറിനറി ബ്ലാഡർ എന്താ ചെയ്യാ? സ്റ്റോർസ് യൂറിൻ. അത് എന്ത് ചെയ്യും? യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യും? ഇറ്റ് സ്റ്റോർസ് യൂറിൻ. അത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്തിനെ? ശ്രദ്ധിച്ചോ, till the time it is passed out through the urinary opening at the end of a muscular tube called urethra. യൂറിത്രയിലൂടെ അത് റിലീസ് ചെയ്യുന്നത് വരെ, പാസ് ഔട്ട് ചെയ്യുന്നത് വരെ അത് ആര് പിടിച്ചു വെക്കും? നമ്മുടെ യൂറിനറി ബ്ലാഡർ പിടിച്ചു വെക്കും. സോ യൂറിനറി ബ്ലാഡർ സ്റ്റോർസ് യൂറിൻ until it is passed out through യുറേത്ര എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? എ യൂറിനറി ഓപ്പണിംഗ് ആൻഡ് അറ്റ് എ മസ്കുലാർ ട്യൂബ് ആണ് എന്ത്? യുറേത്ര എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒരു മസ്കുലാർ ട്യൂബിനാണ് നമ്മൾ യുറേത്ര എന്ന് നമ്മൾ പറയുന്നത്. ഒരു മസ്കുലാർ ട്യൂബിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യുറേത്ര എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? കോൺസെപ്റ്റ് റെഡി അല്ലേ? നോക്ക്. An adult human being passes about 1 to 2 liters of urine which consists of 95% of water, 25% of urea and 25% of waste products. An adult human passes എന്താ പാസിയ? യൂറിൻ പാസിയില്ലേ? എത്രയാണ്? 1 to 1.8 liters of urine is passed. അല്ലേ? അതിൽ ആ 1 to 1.8 liters ഓഫ് യൂറിനിൽ എന്തൊക്കെയുണ്ട് നോക്കാം. എന്തൊക്കെയാണ്? 95% ഓഫ് എന്തുണ്ട് മക്കളെ? വാട്ടർ ഉണ്ട് അല്ലേ? വി ഹാവ് 95% ഓഫ് എന്താണുള്ളത്? വാട്ടർ ആണുള്ളത്. അതേപോലെ തന്നെ എന്തുണ്ട്? 2.5% ഓഫ് യൂറിനിൽ അടങ്ങിയിരിക്കുന്നത് യൂറിയ ആണ്. അപ്പൊ എന്താണ്? 2.5% ഓഫ് യൂറിയയും ഉണ്ട്. അതിനോടൊപ്പം തന്നെ എന്തുണ്ട്? കുറച്ച് വേസ്റ്റ് പ്രോഡക്ട്സും കൂടി ഉണ്ട്. എത്ര? 2.5% ഓഫ് എന്താണ് നമുക്കുള്ളത്? വേസ്റ്റ് പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താണ് നമുക്കുള്ളത്? വേസ്റ്റ് പ്രോഡക്ട്സ്. ഒരു 2.5 എന്ന രീതിയിൽ നമുക്ക് വേസ്റ്റ് പ്രോഡക്ട്സ് നമുക്ക് അവിടെ കാണാനുണ്ട്. എന്തിലാണിത്?
ഒരു യൂറിന്റെ കേസിലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ശ്രദ്ധിച്ചോ, സ്വെറ്റ്. എന്താണ് സ്വെറ്റ്? വേർപ്പ് എന്ന് പറഞ്ഞ സ്വെറ്റിനെ കുറിച്ച് നമുക്ക് കുറച്ച് പറയാനുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്വെറ്റ്. ഇറ്റ് ഈസ് ഓൾസോ കൺസിഡേഴ്സ് എ വേസ്റ്റ് പ്രോഡക്റ്റ്. അതും ഒരു വേസ്റ്റ് മെറ്റീരിയൽ തന്നെയാണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മളിപ്പോൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പല രീതിയിലെ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് സ്വെറ്റ് റിലീസ് ആവില്ലേ ബോഡിയിൽ? അപ്പോൾ ശ്രദ്ധിച്ചോ, ഇറ്റ് ഈസ് ഓൾസോ ടൈപ്പ് ഓഫ് ആൻ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്. അതെന്താണ്? ഇറ്റ്സ് ഓൾസോ എ ടൈപ്പ് ഓഫ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്. സ്വെറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് എന്താണ്? എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആണ്. ഇനി ശ്രദ്ധിച്ചോ, വിച്ച് ഈസ് കണ്ടെയ്നിങ് വാട്ടർ ആൻഡ് സോൾട്ട്. അപ്പോൾ സ്വെറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താണ് മക്കളെ? സ്വെറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താണ്? വാട്ടർ ആൻഡ് സോൾട്ട് ആണ്. അവിടെ യൂറിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ വാട്ടർ ഉണ്ട്, അതേപോലെ എന്തുണ്ട്? സോൾട്ടും ഉണ്ട്. അപ്പൊ അതൊരു എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് തന്നെയല്ലേ? ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, ഇറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദി ബോഡി ബൈ സ്വെറ്റിംഗ് ഗ്ലാൻഡ്സ് ത്രൂ ദി സ്കിൻ. അവിടെ ആരാ പ്ലേ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള്? സ്വെറ്റിംഗ് ഗ്ലാൻഡ്സ്. കുറച്ച് ഗ്ലാൻഡ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ അല്ലേ? ഈ ഗ്ലാൻഡ്സ് എന്ത് ചെയ്യും? ഈ സ്വെറ്റിനെ റിലീസ് ചെയ്യും. എന്തിനാണ് ഈ സ്വെറ്റ് റിലീസ് ചെയ്യുന്നത്? അതൊരു വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ബോഡിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വി ഹാവ് ടു റിമൂവ് ഇറ്റ്. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു സ്വെറ്റ് ഗ്ലാൻഡ് എന്നവനെ റിമൂവ് ചെയ്യുന്നത്. എന്തായിട്ടാണ് റിമൂവ് ചെയ്യുന്നത് മക്കളെ? എന്തായിട്ടാണ് റിമൂവ് ചെയ്യുന്നത്? സ്വെറ്റ് ആയിട്ട്. സ്വെറ്റ് എന്താണ് കണ്ടെയ്ൻ ചെയ്തത്? വാട്ടറും അതേപോലെ തന്നെ സോൾട്ടുമാണ് അത് കണ്ടെയ്ൻ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്, എക്സ്ക്രീറ്ററി സിസ്റ്റം എന്നൊരു കോൺസെപ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ. സോ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ യൂറിൻ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് പാസ് ഔട്ട് ചെയ്യുന്നത് വരെ, അത് പുറത്തേക്ക് റിമൂവ് ആവുന്നത് വരെ അത് യൂറിനറി ബ്ലാഡറിലാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലേ? അവിടുന്ന് ഒരു മസ്കുലാർ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അത് നമ്മൾ യുറേത്ര എന്ന് വിളിക്കും. അതിലൂടെയാണ് അത് പാസ് ചെയ്യുന്നത്. എന്ത് പാസ് ചെയ്യുന്നത്? യൂറിൻ പാസ് ചെയ്യുന്നത്. അത് ക്ലിയർ അല്ലേ? ആ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നോക്ക്, ഒരു അഡൾട്ട് ഹ്യൂമൻ ബീങ്സ് ഒരു ദിവസം പാസ് ചെയ്യുന്ന യൂറിൻ എന്ന് പറയുമ്പോൾ 1 to 1.8 ലിറ്റേഴ്സ് ഓഫ് യൂറിൻ ആണ്. വേർ ഇറ്റ് കണ്ടെയ്ൻസ് എന്തൊക്കെയാണ്? 95% ഓഫ് എന്തുണ്ട്? വാട്ടർ കണ്ടന്റ് ഉണ്ട്. അതേപോലെ തന്നെ 2.5% എന്തുണ്ട്? യൂറിയ. അതേപോലെ 2.5 എന്തും കൂടി ഉണ്ട്? വേസ്റ്റ് പ്രോഡക്ട്സും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അതേപോലെ വേറൊരു എക്സ്ക്രീറ്ററി പ്രോഡക്റ്റിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. അതെന്താണ്? സ്വെറ്റ് ആണ്. സോ സ്വെറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് വിച്ച് കണ്ടെയ്ൻ എന്താണ് മക്കളെ? വാട്ടർ ആസ് വെൽ ആസ് എന്താണ്? സാൾട്ടും ഉണ്ട്. വാട്ടറും സോൾട്ടുമാണ് എന്ത്? ഈ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് സ്വെറ്റിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഈ സ്വെറ്റിൽ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ഇറ്റ് ഈസ് റിലീസിംഗ് ബൈ ഹോം. ആരാണ് ഈ സ്വെറ്റ് റിലീസ് ചെയ്യുന്നത്? എന്താണ് റിലീസ് ചെയ്യുന്നത് നോക്കാം. ഇറ്റ് ഈസ് മെഡ് ബൈ സ്വെറ്റ് ഗ്ലാൻഡ്സ്. ഈ സ്വെറ്റ് ഗ്ലാൻഡ്സ് ആണ് എന്ത്? നമ്മുടെ സ്വെറ്റ് ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ പ്രോഡക്ട്സ് എന്ന രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എക്സ്ക്രീറ്ററി വേസ്റ്റ് പ്രോഡക്ട്സ് ഓഫ് സം ആനിമൽസ്. അപ്പോൾ ആനിമൽസിന്റെ ഒക്കെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സും അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ വി ഹാവ് കംപ്ലീറ്റ്ലി ഡിസ്കസ്ഡ് അബൌട്ട് ഓൾ സച്ച് തിങ്സ് റിലേറ്റഡ് ടു എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്, എക്സ്ക്രീറ്ററി systems and all. Is it? We learned about all those parts, everything. So now we are entering to the concept of excretory waste products of some animals. So you are ready for that? Makkale ningal ready alle? So my dear students, please take out a notebook and write down the important points. So you are ready? Okay. So നോക്കാം, ആനിമലും അതേപോലെ തന്നെ അവരുടെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ, അക്വാറ്റിക് ആനിമൽസ് ലൈക്ക് ഫിഷസ്. അക്വാറ്റിക് ആനിമൽസ് ആയ ഫിഷസ് ഒക്കെ അവരുടെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് എന്തായിരിക്കും? ഫിഷസിനൊക്കെ അമോണിയ. അമോണിയ ആണ് ഫിഷിന്റെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്. എന്താണ്? അമോണിയ. അമോണിയ ഇസ് ദ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഓഫ് ഫിഷ്. ഒരു ഫിഷ് അതേപോലുള്ള എന്താ പറയാ മത്സ്യം അതേപോലെ അക്വാറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം ഇതിന്റെ എന്താണ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്? എന്തായിരിക്കും മക്കളെ? അത് അമോണിയ ആണ്. അമോണിയ ആണ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്. ക്ലിയർ അല്ലേ? സോ അക്വാറ്റിക് ആനിമൽസ് ലൈക്ക് ഫിഷസ് അവരുടെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് എന്താണ്? അമോണിയ. അതാണ് അമോണിയ. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇനി നോക്ക്, ലാൻഡ് ആനിമൽസ് ലൈക്ക് ബേർഡ്, സ്നെയിൽ ആൻഡ് ലിസാർഡ്. ലാൻഡ് ആനിമൽസ് ലൈക്ക് ആരൊക്കെയാണ്? ബേർഡ്സ് ആവാം, സ്നേക്ക് ആവാം, ലിസാർഡ്സ് ആവാം.
അവരുടെ ഒക്കെ എന്താണ് യൂറിക് ആസിഡ് ആണ് അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ. അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്തായിരിക്കും മക്കളെ? യൂറിക് ആസിഡ് ആണ് അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? സെറ്റ് അല്ലേ? ഇനി ഹ്യൂമൻസിന്റെ എന്താണ്? യൂറിയ. ഹ്യൂമൻസിനെ പ്രത്യേകിച്ച് നമ്മൾ പറയണ്ടല്ലോ, നമുക്കറിയാം അത് യൂറിയ ആണെന്ന്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആനിമൽസിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? സോ അക്വാറ്റിക് ആനിമൽസ് ലൈക്ക് ഫിഷസ് എന്താണ്? അമോണിയ. അതേപോലെ ലാൻഡ് ആനിമൽസ് ലൈക്ക് ബേർഡ്, സ്നെയിൽസ് ഒക്കെ യൂറിക് ആസിഡും അതേപോലെ തന്നെ ഹ്യൂമൻസ് യൂറിയയുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ മക്കളെ? ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ്സ് ഓഫ് സം animals and excretory products is clear for you. So I hope you are writing down the notes. Is it, students? Okay. Now see, next topic is what? Dialysis. Very important ആയിട്ടുള്ള ടോപ്പിക് ആണ്, ശ്രദ്ധിച്ചോ. So what do you mean by dialysis? നോക്കാം. ഡയാലിസിസ് എന്താണ് മക്കളെ? ഡയാലിസിസ് എന്ന കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡി അല്ലേ? സോ the process of artificial filtration of blood by means of machines due to the failure of kidney is called dialysis. കിഡ്നി ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ, കിഡ്നി ഫെയിൽ ആയ 2 കിഡ്നി ഫെയിൽ ആയാലും നമ്മുടെ ബോഡിയിൽ ഫിൽട്രേഷൻ യൂണിറ്റും കാര്യങ്ങളൊന്നും നടക്കില്ല. പ്രോപ്പർ ആയിട്ടുള്ള സർക്കുലേറ്ററി സിസ്റ്റം, ഈ ഒരു സിസ്റ്റം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, സർക്കുലേറ്ററി ആസ് വെൽ ആസ് എക്സ്ക്രീറ്ററി. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയാം മക്കളെ? ഡയാലിസിസ് മെത്തേഡ്. ശ്രദ്ധിച്ചോ, എന്താണ് ഡയാലിസിസ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് the process of artificial filtration of എന്താണ്? of blood by means of എന്താണ്? by means of machines due to failure of kidneys is called എന്താണ്? ഡയാലിസിസ്. അത് നമ്മൾ എന്ത് പറയും മക്കളെ? ഡയാലിസിസ് എന്ന് നമ്മൾ പറയുന്നു. എന്താണ്? ദ പ്രോസസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ബൈ മീൻസ് ഓഫ് എന്താണ്? മെഷീൻസ് ഡ്യൂ ടു ഫെയിലിയർ ഓഫ് കിഡ്നീസ് ഇസ് കോൾഡ് ഡയാലിസിസ്. ഈ ഒരു മെത്തേഡ് നമ്മൾ എന്ത് വിളിക്കുക മക്കളെ? ഡയാലിസിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ദ പ്രോസസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ബൈ മീൻസ് ഓഫ് മെഷീൻസ് ഡ്യൂ ടു ദ ഫെയിലിയർ ഓഫ് കിഡ്നീസ് ഇസ് കോൾഡ് എന്താണ്? ഡയാലിസിസ്. ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഡയാലിസിസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡയാലിസിസിന്റെ കേസിൽ നമ്മൾ പഠിച്ചത്. കോൺസെപ്റ്റ് ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ? കോൺസെപ്റ്റ് റെഡി അല്ലേ? ഓക്കെ അല്ലേ? So this is all about dialysis. So the process of artificial filtration of blood by means of machines due to the failure of kidneys is called what? Dialysis. അതിനാണ് നമ്മൾ എന്ത് പറയാ? ഡയാലിസിസ് എന്ന് നമ്മൾ പറയാ. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? നമ്മൾ പ്രായമായ ആൾക്കാർക്കൊക്കെ ഇപ്പൊ അങ്ങനെ കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ പ്രായമായ ഒരു എന്താ പറയാ, ഒരു 35 to 40 ഏജ് ബിറ്റ്വീൻ ആളുകളിലും ഇത് കണ്ടുവരുന്നുണ്ട്. സോ ഇറ്റ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ഫോം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റിലെ? Now we are going to learn about transpiration. എന്താണ് ട്രാൻസ്പിരേഷൻ? അത് ഒരു പ്ലാന്റ്സിന്റെ കേസിലായിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട്സ് അബൌട്ട് ട്രാൻസ്പിരേഷൻ. ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ സർഫേസ് ഓഫ് ലീഫ് ത്രൂ സ്റ്റൊമാറ്റ ഇസ് കോൾഡ് ട്രാൻസ്പിരേഷൻ. എന്താണ് ട്രാൻസ്പിരേഷൻ എന്ന് വെച്ചാല്? ട്രാൻസ്പിരേഷൻ എന്താണ് മക്കളെ? ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് എന്താണ്? വാട്ടർ. The process of loss of water എവിടെ നിന്നാണ്? from എന്താണ്? from the surface of leaves, from the surface of leaves through സ്റ്റൊമാറ്റയിലൂടെ ഓപ്പൺ ആയ ഒരു സ്മോൾ പോറാണ്, ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്മോൾ പോറാണ് സ്റ്റൊമാറ്റ. നോക്കി, ഇങ്ങനെ ഒരു സ്മോൾ പോറാണ് സ്റ്റൊമാറ്റ. ഇത് എവിടെ ഉണ്ടാവുക? ലീഫ് സർഫേസിന്റെ മുകളിൽ ഉണ്ടാകുന്ന സാധനമാണ് എന്ത് മക്കളെ? സ്റ്റൊമാറ്റ. ക്ലിയർ അല്ലേ? ആ സ്റ്റൊമാറ്റ ചെറുതാണ്, ഞാൻ ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് വെച്ചാൽ ഇങ്ങനെ ഡോട്ടായിട്ട് ഉണ്ടാവാം. അതിങ്ങനെ സ്മോൾ പോർസ് ആയിട്ടാണ്. അതിലൂടെയാണ് എന്ത് നടക്കുക? ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുക. സോ ദ പ്രോസസ് ഓഫ് loss of water from the surface of leaves through stomata is called transpiration. അതിനെ നമ്മൾ എന്ത് വിളിക്കാം മക്കളെ? ട്രാൻസ്പിരേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ എന്താ വിളിക്കാം മക്കളെ? അതിനെ ട്രാൻസ്പിരേഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. കോൺസെപ്റ്റ് ഓക്കെ ആണോ മക്കളെ? ക്ലിയർ അല്ലേ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ദിസ് ഈസ് ഓൾ അബൌട്ട് ട്രാൻസ്പിരേഷൻ. സെറ്റ് അല്ലേ? നമുക്ക് അടുത്ത പാർട്ടിലേക്ക് മൂവ് ചെയ്താലോ? ഓക്കെ.
ഓക്കെ, ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ആൻഡ് ഫുഡ് ഇൻ ദ പ്ലാന്റ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്താ പറയാം, അതാണ് ട്രാൻസ്പോർട്ട് മെയിൻ ആയിട്ട് നമുക്ക് പറയുന്നത്. മെയിൻ ആയിട്ട് ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് ഉണ്ടാവുക, ട്രാൻസ്പോർട്ട് ഓഫ് എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇൻ പ്ലാന്റ്സിൽ, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ നടക്കുന്നുണ്ട്, അതേപോലെ വാട്ടർ, മിനറൽസ് ആൻഡ് ഫുഡ്, ഇതിന്റെ ഒക്കെ ട്രാൻസ്പോർട്ട് ആണ് നടക്കുന്നത് പ്രോപ്പർ ആയിട്ട്. സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ഈസ് ക്ലിയർ ഫോർ യു. ട്രാൻസ്പോർട്ടും ക്ലിയർ അല്ലേ മക്കളെ, കോൺസെപ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടും ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, റെഡി അല്ലേ? ഓക്കെ, ഇനി നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ്. ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് takes place by means of pipe-like structures formed by special conducting tissues called as vascular tissues. എന്താണ് അതിനെ വിളിക്കുക, vascular tissues. vascular tissues. നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഇറ്റ് ടേക്സ് പ്ലേസ് ബൈ ദ മീൻസ് ഓഫ് എന്ത് ലൈക്ക് സ്ട്രക്ചർ ആണ്, പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ. എന്താണ് സ്പെഷ്യൽ പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. It takes place in plants by means of pipe-like structures formed by a special conducting tissue. At special conducting tissue നെയാണ് നമ്മൾ എന്ത് പറയാ, വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് മനസ്സിലായോ മക്കളെ? സോ ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് ടേക്സ് പ്ലേസ് ബൈ means of pipe-like structure formed by a special conducting tissues called vascular tissues. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ, കോൺസെപ്റ്റ് റെഡി അല്ലേ, കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നോക്കാം. ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ് നെയിംഡ് ആസ് സൈലം ആൻഡ് ഫ്ലോയം. അപ്പോ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് ആരാണ്, നമ്മുടെ വാസ്കുലാർ ടിഷ്യൂസ് ആണ്. ഈ വാസ്കുലാർ ടിഷ്യൂസ് ആരൊക്കെയാണ് മക്കളെ, സൈലവും അതേപോലെ തന്നെ ഫ്ലോയവും അല്ലേ, സൈലം ആൻഡ് ഫ്ലോയം ആണ്. സൈലം ആൻഡ് ഫ്ലോയം ആണ് വാസ്കുലാർ ടിഷ്യൂസ്. ക്ലിയർ അല്ലേ? സോ ടു ടൈപ്സ് ഓഫ് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്. എന്താണ്, സൈലം ആസ് വെൽ ആസ് ഫ്ലോയം. സൈലവും ഫ്ലോയവുമാണ് ഉള്ളത്. സൈലം ട്രാൻസ്പോർട്ട്സ് വാട്ടർ അലോങ് ദ ഡിസോൾവ്ഡ് മിനറൽസ് while phloem transports food prepared by leaves. എന്തൊക്കെയാണ് നോക്കാം നമുക്ക് സൈലത്തിന്റെ കേസ്. സൈലം നോക്ക്, സൈലം നോക്ക്. It transports water along with dissolved minerals. Along with എന്താണ്, dissolved minerals. So it transport what? It transport water along with എന്താണ്, dissolved minerals ആയോടെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. In case of phloem, ഫ്ലോയത്തിന്റെ കേസിൽ എന്താ, ട്രാൻസ്പോർട്സ് food prepared by leaves. Transport food prepared by leaves. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? Now we have succession pull developed due to transpiration pulls water from the roots to the top of the plant. അതായത് അവിടെ ഒരു പുള്ള് നടക്കുന്നുണ്ട്, ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ് ഇല്ലേ മക്കളെ, അതിനാണ് നമ്മൾ എന്ത് പറയാ, എന്ത് സക്സഷൻ പുൾ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. എന്താണ് നമ്മൾ പറയാ, അതിനെ സക്സഷൻ പുൾ എന്ന രീതിയിൽ നമ്മൾ പറയാം. എന്താ പറയാ നമ്മൾ അതിനെ, സക്സഷൻ പുൾ. അതായത് എന്താ സംഭവിക്കുന്നത് വെച്ചാല്, സക്സഷൻ പുൾ ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു ട്രാൻസ്പിരേഷൻ. ട്രാൻസ്പിരേഷൻ കാരണമാണ്, ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു ട്രാൻസ്പിരേഷൻ ആണ്. പുൾസ് വാട്ടർ ഫ്രം റൂട്ട്സ്, അതായത് പുൾസ് H2O ഫ്രം എന്താണ്, റൂട്ടിൽ നിന്ന് വാട്ടറിനെ വലിച്ചെടുത്തിട്ട് ടോപ്പ് ഓഫ് പ്ലാന്റിലേക്ക് എത്തിക്കുന്നത്. ഇറ്റ് റീച്ചസ് ദ ടോപ്പ് ഓഫ് ദി പ്ലാന്റ്. വാട്ടർ അടിയിൽ നിന്ന്, റൂട്ടിൽ നിന്ന് ഒരു സക്സഷൻ പുള്ള് വഴി, എന്തിനു വേണ്ടിയിട്ടാണ്, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയാണ്. ഈ സക്സഷൻ പുള്ള് വഴി അത് എന്തിലേക്ക് എത്തിക്കുന്നുണ്ട്, നമ്മളെ ടോപ്പ് ഓഫ് ദി പ്ലാന്റിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ സക്സഷൻ പുൾ എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് സക്സഷൻ പുൾ ഈസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ, സെറ്റ് അല്ലേ? So succession pull is developed due to the transpiration pulls of water from roots to the top of the plant. അത് ക്ലിയർ അല്ലേ? ഓക്കെ,
സൈലം ആൻഡ് ഫ്ലോയം ആണ് എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ വാസ്കുലർ ടിഷ്യൂസ് ആയിട്ട് നമ്മൾ പറയുന്നത്, ട്രാൻസ്പോർട്ടേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഓക്കെ, സോ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ആനിമൽസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പ്ലാന്റ്സിനെ കുറച്ച് ഭാഗം പറഞ്ഞിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.